സംസ്ഥാന സർക്കാരും കർഷകരും പറയുന്നത് പോലെ കാട്ടുപന്നികൾ അത്ര കുഴപ്പക്കാരാണോ? കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം അല്പം കടന്ന കൈയാണോ? എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ശുപാർശ വീണ്ടും കേന്ദ്രം തള്ളിയത്? കാട്ടുപന്നി വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇരുധ്രുവങ്ങളിൽ നിൽക്കുമ്പോൾ നിർബന്ധമായും പരിശോധിച്ചു പോകേണ്ട ചില കണക്കുകളുണ്ട്. 2016 മുതൽ 2025 വരെ സംസ്ഥാനത്ത് കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 53 മനുഷ്യരാണ്. 432 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റപ്പോൾ 43 പേർക്ക് ലഘുവായ പരുക്കുകളുണ്ടായി. കാട്ടാന ആക്രമണത്തിൽ 260-ലധികം പേരും കടുവയുടെ ആക്രമണത്തിൽ 10-ലധികം പേരും ഈ കാലയളവിൽ കൊല്ലപ്പെട്ടു. 10 വർഷത്തിനിടെ നമ്മുടെ നാട്ടിൽ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 13 മടങ്ങും പരുക്കേൽക്കുന്നവരുടെ എണ്ണം 30 മടങ്ങും വർദ്ധിച്ചു. 35,000-ലധികം വന്യജീവി ആക്രമണങ്ങളാണ് 10 വർഷത്തിനിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അതിലേറിയ പങ്കും കാട്ടുപന്നികളിൽ നിന്നാണ്. കൃഷിനാശത്തിന്റെ കണക്കും ഭീമമാണ്. സംസ്ഥാനത്ത് ഇന്ന് 273 പഞ്ചായത്തുകൾ വന്യജീവി ആക്രമണ ഭീതി നേരിടുന്നവയാണ്. 30 പഞ്ചായത്തുകളാകട്ടെ അതിതീവ്ര വന്യജീവി ആക്രമണ മേഖലയിലാണ്. കോട്ടയം ജില്ലയിൽ മാത്രം കാട്ടുപന്നി ആക്രമണം അതിരൂക്ഷമായ 48 ഹോട്ട്സ്പോട്ടുകളുണ്ട്. വന്യജീവികളുടെ സാന്നിധ്യവും പെരുമാറ്റവും മനുഷ്യന്റെ താല്പര്യങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ ആവർത്തിച്ച് ഭീഷണി ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങളാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെന്ന് പൊതുവിൽ നിർവചിക്കപ്പെടുന്നത്. മനുഷ്യമൃഗ സംഘർഷങ്ങൾക്ക് പരിസ്ഥിതി സ്നേഹികൾ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ കൃഷിരീതിയിലെ മാറ്റം, വനമേഖലകളിലേക്കുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം, അശാസ്ത്രീയമായ സംരക്ഷണ പ്രവർത്തികളും വികസന പ്രവർത്തനങ്ങളും, ഭക്ഷണവും വെള്ളവും കുറയുന്നത്, അന്യദേശീയ സസ്യങ്ങളുടെ അധിനിവേശം, കാലാവസ്ഥാ പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ്. പക്ഷേ ഇക്കൂട്ടർ ബോധപൂർവം പറയാതിരിക്കുന്ന മറ്റൊരു വസ്തുതയുണ്ട്: കാടിന്റെ വാഹകശേഷി അഥവാ ക്യാരിയിങ് കപ്പാസിറ്റിയുടെ പ്രശ്നം. ഓരോ കാട്ടിലുമുള്ള പ്രകൃതി വിഭവങ്ങളെയും ഭക്ഷ്യലഭ്യതയെയും അടിസ്ഥാനമാക്കി ആ കാടിന് താങ്ങാനാവുന്ന ജീവികളുടെ എണ്ണത്തെയാണ് കാടിന്റെ വാഹകശേഷി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാധാരണ നിലയിൽ വനവിസ്തൃതി കുറയുമ്പോഴോ വന്യമൃഗങ്ങളുടെ എണ്ണം പരിധിയിൽ കവിഞ്ഞ് കൂടുമ്പോഴോ ഈ പ്രശ്നമുണ്ടാകും. വനത്തിന് ഉൾക്കൊള്ളാനാകുന്നതിനേക്കാൾ കൂടുതൽ മൃഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവ ഭക്ഷണത്തിനും വെള്ളത്തിനുമായി വനത്തിന് പുറത്തേക്ക് നീങ്ങും. 2021 ഫോറസ്റ്റ് സർവേ പ്രകാരം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 29.6% വനങ്ങളാണ്. 1957 ഇത് 25%. കാടിന്റെ വലുപ്പം കൂടിയിട്ടേയുള്ളൂ എന്നർത്ഥം. കാടിന്റെ വിസ്തൃതി കുറയുന്നതാണ് വന്യജീവികൾ കാടിറങ്ങുന്നതിന് കാരണമെന്ന ആരോപണത്തിന്റെ മുനയൊടിക്കുന്നതാണ് ഈ കണക്ക്. വന്യജീവികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതാണ് അവ കാടിറങ്ങാൻ കാരണമെന്നാണ് കർഷകരുടെ വാദം. വനം വകുപ്പിന്റെ കണക്കിൽ സംസ്ഥാനത്ത് 48,000 കാട്ടുപന്നികളാണുള്ളത്. എന്നാൽ 3.5 ലക്ഷത്തോളം ഉണ്ടെന്നാണ് കർഷക സംഘടനകൾ പുറത്തുവിടുന്ന കണക്കുകളിൽ പറയുന്നത്. ഇതിൽ പാതിയും ഇന്ന് ജനവാസ മേഖലകളിലാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഔദ്യോഗികമായി കാട്ടുപന്നികളുടെ കണക്കെടുപ്പ് സംസ്ഥാനത്ത് നടക്കുന്നില്ല. അതുണ്ടെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും കാട്ടുപന്നികൾ കൂട്ടത്തോടെ നാട്ടിൻപുറങ്ങളിലേക്ക് ഇറങ്ങുന്നുണ്ടെന്നും അവ ജനവാസ മേഖലകളിൽ സ്വന്തം ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചു കഴിഞ്ഞുവെന്നതും കൺമുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ഇന്നിപ്പോൾ വനാതിർത്തികളിൽ മാത്രമല്ല കാട്ടുപന്നികളുടെ ശല്യം അനുഭവപ്പെടുന്നത്. കോഴിക്കോട് ഉള്ളിയേരിയിൽ റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥനെ കാട്ടുപന്നി ആക്രമിച്ച വാർത്ത കഴിഞ്ഞ ദിവസം നാം കണ്ടു. ഈ പ്രദേശത്തിന് സമീപത്തൊന്നും വനമില്ലെന്ന് ഓർക്കണം. കാട്ടുപന്നിയുടെ എണ്ണം കൂടിയിട്ടുണ്ടോ എന്ന ചോദ്യത്തോട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൂടിയിട്ടില്ലേ എന്ന മറുചോദ്യമാണ് കർഷകർ ഉയർത്തുന്നത്. പന്നികൾ കാട്ടിൽ ഇല്ലാതാകുന്നത് അവയെ ഭക്ഷണമാക്കുന്ന കടുവ, പുലി മുതലായ മാംസഭുക്കുകളുടെ നിലനിൽപ്പിനെ ബാധിക്കും. മാത്രമല്ല, മിശ്രഭുക്കുകളായ പന്നികൾ പുഴുക്കളെയും വിരകളെയും എല്ലാം ഭക്ഷണമാക്കാറുണ്ട്. പന്നികളുടെ എണ്ണം കുറയുന്നത് ഇത്തരം ചെറുജീവികളുടെ അമിത വംശവർദ്ധനവിന് കാരണമാകുമെന്നും ഭക്ഷ്യശൃംഖലയിലെ ഈ അസന്തുലിതാവസ്ഥ വലിയ പാരിസ്ഥിതികാഘാതം സൃഷ്ടിക്കുമെന്നുമാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും പരിസ്ഥിതി സ്നേഹികളുടെയും വാദം. ശരിയാണ്, ഏതെങ്കിലും ഒരു ജീവിയുടെ അസാന്നിധ്യത്തിന് പോലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കാനാകും. പക്ഷേ ഏതെങ്കിലും ഒരു ജീവിയുടെ എണ്ണം അനിയന്ത്രിതമായി പെരുകുന്നതും ഇതേ ആഘാതം തന്നെയാണ് പ്രകൃതിയിൽ സൃഷ്ടിക്കുക. കാട്ടുപന്നികളുടെ കാര്യത്തിൽ ഈ വസ്തുത നമ്മുടെ കൺമുന്നിലുണ്ട്. കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. എന്താണ് ക്ഷുദ്രജീവി അഥവാ വെർമിൻ? വന്യജീവി സംരക്ഷണ നിയമം സെക്ഷൻ 62 പ്രകാരം ഒരു ജീവിയുടെ നിയമസംരക്ഷണം എടുത്തു കളയുക എന്നതാണ് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിലൂടെ നടപ്പാവുന്നത്. ആ ജീവി ചുറ്റുപാടുകൾക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കുമ്പോഴാണ് അത്തരം നടപടികൾ ഉണ്ടാവുക.
2024 ഭേദഗതിക്ക് മുന്നേ വന്യജീവി സംരക്ഷണ നിയമത്തിൽ 5 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു. സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യമനുസരിച്ച് ഓരോ ജീവികളെയും ഓരോ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും അധികം സംരക്ഷണം ആവശ്യമുള്ള കടുവ, ആന, കരടി, പുലി മുതലായ ജീവികളായിരുന്നു ഷെഡ്യൂൾ 1-ൽ. കാട്ടുപന്നി ഷെഡ്യൂൾ 3-ലായിരുന്നു. ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുന്ന ജീവികളെ ഷെഡ്യൂൾ 5-ലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ 2022 നിയമ ഭേദഗതിക്ക് ശേഷം ആദ്യ 2 ഷെഡ്യൂളുകൾ മാത്രമാണ് നിലവിലുള്ളത്. അതേസമയം സെക്ഷൻ 62 പ്രകാരം ഒരു ജീവിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ട് താനും. എന്നാൽ 2022 ശേഷം കേന്ദ്രം ഒരു സംസ്ഥാനത്തെ ജീവികളെയും ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ചിട്ടില്ല. അത്തരം ശുപാർശകൾ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയരുമ്പോഴെല്ലാം സെക്ഷൻ 11A അല്ലെങ്കിൽ B പ്രകാരം മനുഷ്യജീവന് ഭീഷണിയാകുന്ന മൃഗത്തെ കൊല്ലാൻ സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിടാനാകും എന്നതാണ് കേന്ദ്രത്തിന്റെ മറുപടി. അല്ലെങ്കിൽ താഴെത്തട്ടിലേക്ക് ഈ അധികാരം കൈമാറാനുമാകും. നിലവിൽ സംസ്ഥാനത്ത് കാട്ടുപന്നികളെ കൊല്ലാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഉത്തരവിടാൻ അധികാരം നൽകുന്നത് ഈ സാധ്യത ഉപയോഗിച്ചാണ്. എന്നാൽ ഇത് ഫലപ്രദമായി നടപ്പാക്കുന്നതിന് പ്രായോഗികമായി പല തടസ്സങ്ങളുമുണ്ട്. സംസ്ഥാനത്ത് കാട്ടുപന്നികളെ കൊല്ലാൻ ചുമതലയുള്ള അംഗീകൃത ഷൂട്ടർമാർ അഥവാ എംപാനൽ ഷൂട്ടേഴ്സിന്റെ എണ്ണം വെറും 420 ആണ്. 48 നിയോജക മണ്ഡലങ്ങളിൽ എംപാനൽ ഷൂട്ടേഴ്സ് ഒരാൾ പോലുമില്ല. കാട്ടുപന്നി ശല്യം രൂക്ഷമായ കോന്നി നിയോജക മണ്ഡലത്തിൽ ആകെയുള്ളത് ഒരു എംപാനൽ ഷൂട്ടറാണ്. ഇവിടങ്ങളിൽ കാട്ടുപന്നികളെ കൊല്ലണമെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ എത്തിക്കണം. അത്രയും നേരം കാട്ടുപന്നി കാത്തുനിൽക്കുമോ എന്നാണ് കർഷകരുടെ ചോദ്യം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ചുമതലപ്പെടുത്തിയത് പ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉത്തരവിട്ടാൽ തന്നെ പന്നികളെ കൊല്ലാൻ ആവശ്യത്തിന് ഷൂട്ടർമാരില്ല എന്നത് വലിയ പ്രതിസന്ധിയാണ്. നിലവിൽ ഏറ്റവും സുരക്ഷിതമായ മാർഗം തോക്ക് തന്നെയാണ്. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചത് ഇത് അടിവരയിടുന്നുമുണ്ട്. കർഷകർക്കും തോക്ക് ലൈസൻസ് നൽകുക, കാട്ടുപന്നികളെ വെടിവെക്കാൻ അവർക്ക് അധികാരം നൽകുക എന്നതാണ് പ്രതിസന്ധി പരിഹരിക്കാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാധ്യത. പക്ഷെ നിലവിൽ സംസ്ഥാനത്തിന് ഇത് നടപ്പാക്കാൻ സാധിക്കില്ല. ഉത്തരാഖണ്ഡിലും ബീഹാറിലും കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കേരളത്തോട് ഇക്കാര്യത്തിൽ വിവേചനമെന്ന രാഷ്ട്രീയ ചോദ്യവും സംസ്ഥാന സർക്കാർ ഉയർത്തുന്നു. ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് കേന്ദ്രം തന്നെ കാട്ടുപന്നികളെ നിയന്ത്രിക്കാനുള്ള അനുമതി നൽകണമെന്ന് കേരളവും, സംസ്ഥാനങ്ങൾക്ക് തന്നെ സ്വന്തം നിലയിൽ കാട്ടുപന്നികളെ നിയന്ത്രിക്കാനുള്ള അധികാരമുണ്ടെന്ന് കേന്ദ്രവും വാദിക്കുമ്പോൾ കഷ്ടത്തിലാവുന്നത് കർഷകരാണ്.